മനോജ് ഡ്രീം വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന അതിരപ്പള്ളി വാട്ടർഫാൾസാണ്. ഇത് വാട്ടർ ഇങ്ങനെ മുകൾ വശത്ത് നിന്ന് ഒഴുകി വന്ന് താഴത്തോട്ട് പതിക്കും. അപ്പോൾ നമ്മൾ താഴത്തോട്ട് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ഈ വാട്ടർഫാൾസ് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് കരിങ്കല്ല് വിരിച്ച വഴിയാണുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ച് ഇറങ്ങി ചെന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വഴിക്ക് വീഴാനും അല്ലെങ്കിൽ തടഞ്ഞു വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഇങ്ങനെ വെള്ളം വീഴുന്നതാണ് കാണുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. ശരിക്കും ഈ വെള്ളം ഇങ്ങനെ വീഴുന്നത് കാണുമ്പോൾ നമുക്ക് ശരിക്കും എന്താ പറയുക, പഞ്ഞിക്കെട്ടി ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെയാണ് കാണാൻ കഴിയുന്നത്. അതേസമയത്ത് ഇറങ്ങി വെള്ളം താഴത്ത് വീഴുന്ന സമയത്ത് സ്നോ ഇങ്ങനെ തെറിച്ച് വരുന്ന പോലെ ഒരു ഫീലിംഗാണ്. പിന്നെ താഴത്തോട്ട് നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മേലിലൊക്കെ ഇങ്ങനെ സ്നോ വന്ന് പതിക്കുന്ന പോലെ ഒരു ഫീലിംഗാണ്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ നിൽക്കുമ്പോഴേക്കും നമ്മുടെ മേലെ ആകെ വെള്ളം നനഞ്ഞിട്ടുണ്ടാവും. ഇതേപോലെ ഇങ്ങനെ താഴത്ത് വന്ന് വെള്ളം പതിച്ചിട്ട് അങ്ങനെ സ്പ്രേ പോലെയാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നല്ല കാറ്റുമാണ്. അപ്പോൾ ആ കാറ്റത്തിനനുസരിച്ച് നമ്മുടെ മേലേക്ക് വന്ന് പതിക്കും. നല്ല രസമാണ്. പിന്നെ നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ താഴത്ത് ഇങ്ങനെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. ഞങ്ങളൊരു 20 അംഗ സംഘമാണ് അതിരപ്പള്ളി കാണാൻ വേണ്ടി പോയത്. വാട്ടർഫാൾസ് നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇങ്ങനെ വെള്ളം വന്ന് പുഴയിൽ വന്ന് പതിച്ചിട്ട് അങ്ങനെ എന്താ പറയുക, വെള്ളം അങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോവുകയാണ് ഈ കാറ്റത്ത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. എന്തായാലും ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് അതിരപ്പള്ളി വാട്ടർഫാൾസ്. കാണാത്തവരുണ്ടെങ്കിൽ, കാരണം എന്താ വെച്ചാൽ നമുക്ക് ചെറിയൊരു പൈസ ഇതിന് ചിലവുള്ളൂ. കാരണം വലിയ ചിലവില്ല. കാരണം അവിടെ എൻട്രി ഫീസൊക്കെ ചെറിയൊരു ഫീസ് തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു ഉച്ച സമയം വരെയൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. കാരണം വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറച്ച് നേരം കളിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറോ 2 മണിക്കൂറൊക്കെ വെള്ളത്തിൽ കളിക്കുക സുഖമായിട്ട്. താഴത്ത് ഈ വെള്ളം പതിക്കുന്നതിന് കുറച്ചും വിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കുളിക്കാനൊക്കെ പറ്റും. ഇത് കണ്ടില്ലേ, ഈ വെള്ളം വന്ന് പതിച്ചിട്ട് ആ കാറ്റത്ത് വരുന്ന ചെറിയ തുള്ളികളാണ്. സ്നോ പോലെയാണ് വന്ന് നമ്മുടെ മേലിലൊക്കെ പതിക്കുന്നത്. അപ്പോൾ നല്ല തണുപ്പുമാണ് വെള്ളം. അതുകൊണ്ട് നല്ല രസമാണ് അവിടെ നിൽക്കാൻ തന്നെ. ഒരു പ്രത്യേക ഒരു ഫീലിംഗാണ്. പിന്നെ പാറക്കെട്ടുകളൊക്കെ ഈ വെള്ളം നനച്ചിട്ട് ചെറിയ വഴുക്കലുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ പാറൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കണമെങ്കിൽ. കാല് തന്നാതെ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അതിനത് പിടിച്ചിട്ടൊക്കെ അതിൻ്റെ മുകളിൽ കയറുന്നതൊക്കെ കുറച്ചും കൂടി നല്ലത്. അതേപോലെ തന്നെ പ്രായമായുള്ളവർ, അതേപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ഈ പാറ വെള്ളം നനഞ്ഞതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ കാല് വയ്ക്കുന്ന സമയത്ത് വഴുക്കാൻ സാധ്യത കൂടുതലാണ്. മുകളിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇത്രയും നല്ല മനോഹരമായിട്ട് ഈ കാഴ്ച കാണാൻ കഴിയുള്ളൂ. മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഇത്ര ഭംഗിയായിട്ട് കാണാൻ കഴിയില്ല. അപ്പോൾ താഴത്ത് ഇറങ്ങിച്ചെല്ലും. പക്ഷേ താഴത്തേക്ക് ഇറങ്ങിച്ചെല്ലെങ്കിൽ ഏകദേശം 1 കിലോമീറ്ററോളം നമ്മൾ താഴത്തേക്ക് ഇറങ്ങിച്ചെല്ലണം. അതും ഈ കരിങ്കല്ല് പതിച്ച വഴിയാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് കാല് തെന്നാതെ, അതേപോലെയുള്ള പ്രായമായവർ, അതേപോലെ തന്നെ കുട്ടികളിനൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം താഴത്തേക്ക് ഇറങ്ങി ചെല്ലാൻ. ചെറിയൊരു ഡേഞ്ചർ കൂടിയാണ്. എങ്കിലും ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സൺഡേയിലാണ് പോയത്. സൺഡേ ആയതുകൊണ്ട് പൊതുവെ കുറച്ച് തിരക്ക്, ഹോളിഡേ ആയതുകൊണ്ട് തിരക്ക് കൂടുതലായിരുന്നു. ഹോളിഡേ അല്ലാത്ത ദിവസങ്ങളിലൊന്നും ഇത്ര തിരക്കുണ്ടാകാൻ സാധ്യതയില്ല. ഒരു നോർമൽ തിരക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക അതിരപ്പള്ളി വാട്ടർഫാൾസ്. കലാഭവൻ മണിച്ചേട്ടൻ്റെ നാടാണ് ചാലക്കുടി. അദ്ദേഹത്തെ മറക്കാത്തവർ ഒരു ലേക്ക് അടിക്കുക. മണിച്ചേട്ടനെ മറക്കാത്തവർ ഒരു ലേക്ക് അടിക്കുക. പിന്നെ ഞങ്ങൾ തിരിച്ച് കയറുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആളിനെ കണ്ടപ്പോൾ വളരെ ഒരു കൗതുകം തോന്നി. അപ്പോൾ ഞാനതൊരു വീഡിയോ ആക്കി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.